സിയിലെ സ്ട്രക്ചർ എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളുടെ സിലബസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് മൊഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ് സ്ട്രക്ചർ. ലാസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളത് സ്ട്രക്ചർ, യൂണിയൻ, പോയിന്റർ, അങ്ങനെ 3 കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് സ്ട്രക്ചർ. അപ്പോൾ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. സ്ട്രക്ചർ ഡാറ്റ ടൈപ്പ് എന്താണെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ നിങ്ങളൊരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുക. നമുക്കൊരു സ്റ്റുഡൻറ് റെക്കോർഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റീനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്യണം. നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് നെയിം, റോൾ നമ്പർ, മാർക്സ്, ഇത് 3 സ്റ്റോർ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അതായത് ഒരു സ്റ്റുഡൻറ്റിന് പേര്, റോൾ നമ്പർ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിന് കിട്ടിയ മാർക്ക് നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇതിലൂടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അരേ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. അപ്പോൾ അരേ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അരയുടെ ഒരു കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അരേ നമുക്കറിയാം, അരയിൽ സ്റ്റോർ ചെയ്യുന്ന എലമെന്റ്സ് എല്ലാം ഒരേ ടൈപ്പിലുള്ള എലമെന്റ്സ് ആയേ പറ്റത്തുള്ളൂ. അരേ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിൽ ഒന്നിലധികം എലമെന്റ്സിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഒരു അരേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ടൈപ്പിലുള്ള എലമെന്റ്സിനെ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അരേ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ആട്രിബ്യൂട്ട്സിനെ എല്ലാം അല്ലെങ്കിൽ ഈ വേരിയബിൾസിനെ എല്ലാം കൂടെ ചേർത്ത് ഗ്രൂപ്പ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യാനും പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഒരു ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിൽ പെടുന്നതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ അപ്രോച്ച് അല്ലെങ്കിൽ എങ്ങനെ അരേ ഉപയോഗിച്ച് എങ്ങനെ ഈ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാമെന്ന് പറയാം. അപ്പൊ അരേ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്കറിയാം നെയിം, റോൾ നമ്പർ, മാർക്സ്. നമുക്ക് വേണ്ടത് 3 സ്റ്റുഡൻസിന്റെ ഇൻഫർമേഷൻ ആണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. 3 സ്റ്റുഡൻസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നെയിമിൽ എത്ര വേണം, 3 എലമെന്റ്സ് ഉള്ള ഒരു നെയിം വേണം. ഇവിടെ 2 ഡയമെൻഷണൽ ക്യാരക്ടർ അരയാണ് എടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് പേരാണ്. അപ്പം 3 ആൾക്കാരുടെ നെയിം സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മളൊരു 2 ഡയമെൻഷണൽ ക്യാരക്ടർ അരയാണ് എടുത്തിരിക്കുന്നത്. റോൾ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് റോൾ നമ്പർ എന്ന് പറയുന്ന ഒരു അരേ എടുത്തിട്ടുണ്ട്. മാർക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് മാർക്ക് എന്ന് പറഞ്ഞ ഇന്നൊരു അരേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, സാധാരണ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഈ 3 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് നെയിം, റോൾ നമ്പർ, മാർക്സ് നമ്മൾ എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. അപ്പം നെയിംസ് എല്ലാം എവിടെ പോകും, നെയിം എന്ന് പറയുന്ന ഒരു അരയിലേക്ക് പോകും. റോൾ നമ്പർ എന്ന് പറയുന്ന എവിടെ പോകും, റോൾ നമ്പർ എന്ന് പറയുന്ന അരയിൽ പോകും. മാർക്ക് എന്ന് പറയുന്നത് മാർക്ക് എന്നുള്ള പർട്ടിക്കുലർ അരയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇതിന്റെ മെമ്മറി അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയിരിക്കും. നെയിം ഒരു സെപ്പറേറ്റ് അരയാണ്, റോൾ നമ്പർ വേറൊരു സെപ്പറേറ്റ് അരയാണ്, മാർക്ക് എന്ന് പറയുന്നത് ഇന്നൊരു സെപ്പറേറ്റ് അര എടുത്തിട്ടുണ്ട്. 3 നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ അര ഉപയോഗിച്ച് നെയിംസ് മുഴുവൻ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ അര ഉപയോഗിച്ച് റോൾ നമ്പേഴ്സ് എല്ലാം സ്റ്റോർ ചെയ്യാം. 3-ാമത്തെ അര ഉപയോഗിച്ച് മാർക്സ് എല്ലാം സ്റ്റോർ ചെയ്യാം. നെയിം എല്ലാം അടുപ്പിച്ചുള്ള ലൊക്കേഷനിലായിരിക്കും. അരേ നമുക്കറിയാം, അരയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും, ഒരേ ടൈപ്പ് എലമെന്റ്സും ആയിരിക്കും. പക്ഷെ ഇത് നെയിം എല്ലാം ഒരു സ്ഥലത്തുണ്ടാകും, റോൾ നമ്പേഴ്സ് എല്ലാം ഒരു സ്ഥലത്തുണ്ടാവും, മാർക്ക് എല്ലാം ഒരു സ്ഥലത്തുണ്ടാവും. പക്ഷെ ഒരു പർട്ടിക്കുലർ സ്റ്റുഡന്റിന്റെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ 3 സ്റ്റുഡൻസിന്റെ ഇൻഫർമേഷൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അരുണിന്റെ റോൾ നമ്പർ 90, മാർക്ക് എന്ന് പറയുന്നത് 91. ഈ അരുൺ ഫസ്റ്റ് എൻട്രി ആണ് അല്ലെ. അപ്പൊ അരുണിന്റെ മാർക്ക് എവിടെ ഉണ്ടാവും, നെയിം എവിടെ ഉണ്ടാവും, ഈ ഫസ്റ്റ് ലൊക്കേഷനിൽ കാണും. അരുൺ എന്ന് പറഞ്ഞ് ഇവിടെ കാണും, റോൾ നമ്പർ 90 ഇവിടെ കാണും, മാർക്ക് എന്ന് പറയുന്നത് 91 ഈ സ്ഥലത്ത് കാണും. അതായത് ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പല മെമ്മറി ലൊക്കേഷനിലായിരിക്കും, പല സ്ഥലത്തായിട്ട് ചിതറിക്കിടക്കുമായിരിക്കും. നെയിം എല്ലാം ഒരു സ്ഥലത്തുണ്ടാവും, റോൾ നമ്പേഴ്സ് എല്ലാം ഒരു സ്ഥലത്തുണ്ടാവും, മാർക്ക് എല്ലാം ഒരു സ്ഥലത്തുണ്ടാവും. പക്ഷെ നമുക്ക് വേണ്ടത് ഒരു സ്റ്റുഡന്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഒരു സ്റ്റുഡന്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുവാണെങ്കിൽ പല സ്ഥലത്തായിട്ടായിരിക്കും ആ സ്റ്റുഡന്റിന്റെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് കിടക്കുന്നത്. അപ്പം നെയിം ഒരു സ്ഥലത്ത്, റോൾ നമ്പർ വേറൊരു സ്ഥലത്ത്, മാർക്ക് വേറൊരു സ്ഥലത്ത്. ഇതാണ് ഈ രീതിയിൽ നമ്മൾ ഒരു അരേ ഉപയോഗിച്ചിട്ട് സ്റ്റോർ ചെയ്യുവാണെങ്കിലുള്ള ബുദ്ധിമുട്ട്. ഇനി വേറൊരു ഡിസഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ, ഇപ്പൊ 3 പേരായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. പക്ഷെ ഒരു 50 or 100 സ്റ്റുഡൻസിന്റെ ഒരു ക്ലാസ് ആണെന്ന് വിചാരിക്കുക. അപ്പം സ്റ്റുഡൻസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇതിന്റെ കോംപ്ലക്സിറ്റിയും കൂടി വരും. അത് വേറൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഈ ഡിസഡ്വാൻറ്റേജസ് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ രണ്ടാമതൊരു അപ്രോച്ച് എടുക്കുവാണ്. നമ്മൾ എന്ത് ചെയ്തു, ഈ ഇൻഫർമേഷൻസിനെ എല്ലാം കൂടെ ചേർത്ത്, അത് ഒരു സ്റ്റുഡന്റിന്റെ ഇൻഫർമേഷൻസ് എല്ലാം ഒരു സ്ഥലത്ത് വന്നു, ആ രീതിയിൽ ഒരു പുതിയ
അപ്രോച്ച് നമ്മൾ പറയുവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്, അല്ലെങ്കിൽ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്ന് നമുക്ക് പറയാം. യൂസർ ഡിഫൈൻഡ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്. അതെന്ത് ചെയ്യും? അതിൻ്റെ അകത്ത് നമുക്ക് പല ടൈപ്പിലുള്ള മെമ്പേഴ്സിനെ, പല ടൈപ്പിലുള്ള വേരിയബിൾസിനെ നമുക്ക് ഒരുമിച്ച് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു കേസിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു എംപ്ലോയി എന്നുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു എംപ്ലോയിയുടെ എംപ്ലോയി ID, നെയിം, സാലറി 3 കാര്യങ്ങൾ വേണം നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പം ഈ ഒരു കേസിൽ ID എന്ന് പറയുന്നത് എംപ്ലോയി ID ഇൻറ്റീജർ ടൈപ്പ് ആണ്. നെയിം എന്ന് പറയുന്നത് എന്താണ്? സ്ട്രിംഗ് ആണ്, അത് ക്യാരക്ടർ അറേയാണ്. സാലറി എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോട്ട് ആണ്. അപ്പൊ നമ്മളിത് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും വേണ്ടി നമ്മൾ സെപ്പറേറ്റ് അറേ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ നമുക്ക് വേണ്ട വേരിയബിൾസിനെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് ആ ഗ്രൂപ്പിന് നമ്മളൊരു പേരും കൊടുത്തു, എംപ്ലോയി. ഈ രീതിയിൽ ഡിഫറെന്റ് ഡാറ്റ ടൈപ്പിൽ വരുന്ന എലമെന്റ്സിനെ ഗ്രൂപ്പ് ചെയ്ത് ഒരു പുതിയ ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ കേസിൽ നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പം സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ അതിൻ്റെ അകത്ത് ഒരു ഒന്നിൽ കൂടുതൽ എലമെന്റ്സ്, ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് ഉണ്ടായിരിക്കും. അത് എല്ലാം തന്നെ ഒരേ ടൈപ്പിൽ വരണമെന്ന് നിർബന്ധമില്ല, ഡിഫറെന്റ് ഡാറ്റ ടൈപ്സിലും വരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു അരേ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു അരയിൽ സ്റ്റോർ ചെയ്യുന്ന എല്ലാം ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റീജർ എലമെന്റ്സ് മാത്രമേ ഒരു അരയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് എലമെന്റ്സ് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സ്ട്രക്ചറിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറെന്റ് ഡാറ്റ ടൈപ്പിൽ വരുന്ന എലമെന്റ്സിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് ഒരു ഗ്രൂപ്പായിട്ട് ആണ് ഇവിടെ സ്ട്രക്ചറിൽ കൺസിഡർ ചെയ്യുന്നത്. ഗ്രൂപ്പ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഈ എക്സാമ്പിളിൽ എംപ്ലോയി ഉണ്ട്. എംപ്ലോയിയുടെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഇന്റ്, നെയിം, സാലറി ആണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് എന്ന് പറയുന്നത് സ്ട്രക്ട് ആണ്. ഈ സ്ട്രക്ചറിൽ നമ്മൾ കൊടുക്കുന്ന പേരാണ് എംപ്ലോയി. നമ്മൾ പറഞ്ഞു യൂസർ ഡിഫൈൻഡ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, എംപ്ലോയി. അപ്പൊ ആ സ്ട്രക്ചർ ആണ് എന്ന് കാണിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് എന്ന് പറയുന്നത് സ്ട്രക്ട് ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട എലമെന്റ്സ് എല്ലാം അതിന്റെ ടൈപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ പറയുക. ഇപ്പൊ നമുക്ക് ഇൻറ്റീജർ ID സ്റ്റോർ ചെയ്യണം. ID സ്റ്റോർ ചെയ്യാനായിട്ട് ID എന്താണ്? ഒരു നമ്പർ ആണ്. അപ്പൊ അതിന് ഇന്റ് ഡാറ്റ ടൈപ്പിലാണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഇന്റ് ID. പിന്നെ എംപ്ലോയിയുടെ നെയിം സ്റ്റോർ ചെയ്യണം. അപ്പൊ ക്യാരക്ടർ നെയിം ഓഫ് 20. പിന്നെ സാലറി സ്റ്റോർ ചെയ്യണം. അപ്പൊ ഫ്ലോട്ട്, സാലറി. ഈ 3 മെമ്പേഴ്സ് ആണ് നമ്മുടെ സ്ട്രക്റ്റിൽ ഉള്ളത്. ഇനി കേർലി ബ്രേസസ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു സെമി കോളനും കൂടി കൊടുക്കുക. ഫംഗ്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ സെമി കോളൻ എഴുതത്തില്ലായിരുന്നു, പക്ഷെ ഇവിടെ സ്ട്രക്ചറിൽ നമുക്ക് എന്ത് കൊടുക്കണം? അവസാനിക്കുമ്പോൾ ഒരു സെമി കോളനും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിന്റെ മെമ്മറി അലോക്കേഷൻ ഈ രീതിയിലാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറിലെ എല്ലാ എലമെന്റ്സും അത് ഏത് ടൈപ്പിൽ പെട്ടതാണെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ആദ്യത്തെ എലമെന്റ് ഇന്റ് ആണ്, അത് ആദ്യം സ്റ്റോർ ചെയ്തു. രണ്ടാമത്തെ എലമെന്റ് ഇവിടെ ക്യാർ ആണ്, നെയിം ആണ്, അത് ക്യാരക്ടർ അറേയാണ്, രണ്ടാമത്തെ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തു. മൂന്നാമത്തേത് എന്താണ്? ഫ്ലോട്ട്, സാലറി ആണ്, അത് മൂന്നാമത്തെ ലൊക്കേഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്തു. അപ്പൊ സ്റ്റാർട്ടിംഗ് അഡ്രസ് 1000 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1000 തൊട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലാണ് ഈ എലമെന്റ്സ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് തന്നെയാണ് സ്ട്രക്ചർ യൂസ് ചെയ്യുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജും പറയുന്നത്. ഇവിടെ ഒരു പർട്ടിക്കുലർ സെല്ല് കാണിക്കുന്നത് എന്തായിരിക്കും? ഒരു 1 ബൈറ്റിനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ നോക്കുവാണെങ്കിൽ മൊത്തം നമുക്ക് എത്ര ബൈറ്റ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്? 4 + ഒരു ക്യാരക്ടർ അറേ 1 ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെ 10. നെയിം ഓഫ് 10 എന്ന് പറയുമ്പോൾ 10 ലൊക്കേഷൻസ്, പിന്നെ ഫ്ലോട്ടിന് വേണ്ടി 4 ലൊക്കേഷൻസ്. അപ്പൊ 4, 1, 4 നമുക്ക് എത്ര എണ്ണം വരുന്നുണ്ട്? 4, 10, 4 എന്നുള്ള രീതിയിൽ മൊത്തം നമുക്ക് 18 ബൈറ്റ്സ്. ഈ പർട്ടിക്കുലർ സ്ട്രക്ചറിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് എത്ര ബൈറ്റ്സ് വേണ്ടി വരുന്നുണ്ട്? 18 ബൈറ്റ്സ് വരെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഈ ഇതാണ് സ്ട്രക്ചറിന്റെ മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ അപ്രോച്ചും ഈ ഒരു അപ്രോച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു എംപ്ലോയിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷൻസിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ടും സ്റ്റോർ ചെയ്യാനായിട്ടും ആക്സസ് ചെയ്യാനായിട്ടും നമുക്ക് എളുപ്പമായിരിക്കും. അപ്പൊ ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്.